മെയ് 1 മുതൽ കരിപ്പൂർ വിമാനത്താവളം ഭാഗികമായി അടച്ചിടുന്നത് മൂലം മലബാറിൽ നിന്നുള്ള ഗൾഫ് യാത്രക്കാർ വലയും. സർവീസിൽ മാറ്റം വരുത്താൻ അധികൃതർ വിമാന കമ്പനികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും മറുപടിയൊന്നും നൽകിയിട്ടില്ല. റൺവേയിൽ അറ്റകുറ്റപ്പണി നടത്തുന്നതിന് വേണ്ടിയാണ് വിമാനത്താവളം 15 മാസത്തേക്ക് അടച്ചിടുന്നത്. ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 8 മണി വരെ വിമാന സർവീസ് അനുവദിക്കില്ല. ബാക്കിയുള്ള സമയങ്ങളിൽ സർവീസ് നടത്താമെങ്കിലും ചെറുവിമാനങ്ങൾക്ക് മാത്രമാണ് അനുമതി ലഭിക്കുക. ഇതോടെ വലിയ വിമാനങ്ങൾ ഉപയോഗിച്ച് സർവീസ് നടത്തുന്ന സൗദി എയർവേസ്, എമിറേറ്റ്സ്, എയർ ഇന്ത്യ ജംബോ വിമാനങ്ങൾക്ക് മെയ് മുതലുള്ള 15 മാസത്തേക്ക് സർവീസ് നടത്താനേയാകില്ല. പ്രവാസികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന വിമാനങ്ങളാണ് ഇവയൊക്കെ. യാത്രക്കാരുടെ സുരക്ഷയെ കരുതിയാണ് റൺവേയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നാണ് എയർപോർട്ട് ഡയറക്ടറുടെ വിശദീകരണം. പാസഞ്ചേഴ്സിൻ്റെ സേഫ്റ്റി വെച്ച് നമുക്ക് കളിക്കാൻ പറ്റില്ല. അപകടം പറ്റാത്തടത്തോളം കാലം എല്ലാവരും ഹാപ്പിയാണ്. നാളെ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ വിഷയമൊക്കെ വേറെ രീതിക്കാണ് പോകുന്നത്. അതുകൊണ്ട് സുരക്ഷിതത്വം ഉദ്ദേശിച്ചിട്ട് മാത്രം ചെയ്യുന്നതാണ്, അതല്ലാതെ വേറൊരു ഉദ്ദേശവുമില്ല. ഇത് ചെയ്യേണ്ടത് ഞങ്ങളുടെ കടമ തന്നെയാണ്. പെരുന്നാൾ, ഓണം, സ്കൂൾ അവധി സീസൺ ആയതിനാൽ പ്രവാസികൾ നാട്ടിലെത്തുന്ന സമയം കൂടിയാണ് ഇനി വരാനിരിക്കുന്ന മാസങ്ങൾ. വലിയ വിമാനങ്ങൾ മുടങ്ങുന്നത് ഹജ്ജ് യാത്രക്കാരെയും സാരമായി ബാധിക്കും. ടാക്സി ഡ്രൈവർമാർ, കയറ്റിറക്ക് തൊഴിലാളികൾ, ചെറുകിട കച്ചവട സ്ഥാപനങ്ങൾ എന്നിവയും ഇതോടെ പ്രതിസന്ധിയിലാകും. മെയ് മുതലുള്ള ടിക്കറ്റ് ബുക്കിംഗ് വിമാന കമ്പനികൾ നിർത്തിവെച്ചിട്ടുണ്ട്. ക്യാമറാമാൻ വിഘ്നേഷിനൊപ്പം റഹീസ് റഷീദ്, റിപ്പോർട്ടർ, മലപ്പുറം.